ലാഭേച്ഛയില്ലാത്ത സേവന സന്നദ്ധത മാത്രം ലക്ഷ്യവും കാഴ്ചപ്പാടുമായുള്ള ആളുകളുടെ സംഘടിത സംഘമാണ് സൊസൈറ്റി. 1860 കേരള സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന സൊസൈറ്റികൾ ഒരു നിയമപരമായ സ്ഥാപനത്തിന്റെ എല്ലാ അധികാരങ്ങളും കൈവശം വയ്ക്കുന്നു. 1860 സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം ഏതെങ്കിലും സാഹിത്യപരമോ ശാസ്ത്രീയമോ ജീവകാരുണ്യ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഉദ്ദേശങ്ങൾക്കു വേണ്ടി അതുമായി ബന്ധപ്പെട്ട കുറഞ്ഞത് 7 അതിലധികമോ വ്യക്തികൾ കൂടി ചേർന്ന് സ്വയം ഒരു സൊസൈറ്റിയായി രൂപീകരിക്കാവുന്നതാണ്. ഈ ലേഖനത്തിൽ കേരള സൊസൈറ്റി രജിസ്ട്രേഷന്റെ സ്റ്റെപ്പുകൾ ഓൺലൈൻ ചെയ്യുന്നതിൻ്റെ നടപടിക്രമങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. ഇതിനാവശ്യമായ രേഖകൾ ഞാൻ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് പരിചയപ്പെടുത്തുന്നുണ്ട്. എല്ലാവരും വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഈ സേവനം ചെയ്യുന്നതിനായി egroups.kerala.gov.in എന്ന വെബ്സൈറ്റാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്. വെബ്സൈറ്റിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ പബ്ലിക് ആക്സസ് എന്ന ടാബിന് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട എല്ലാ സബ് ലിങ്കുകളും ലഭ്യമാണ്. ഡൗൺലോഡ്സ് എന്ന സബ് മെനു ക്ലിക്ക് ചെയ്താൽ നമുക്ക് മോഡൽ ബൈലോകളും പ്രോസസ് ഫ്ലോകളും അവിടെ വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നതാണ്. എല്ലാത്തിൻ്റെയും PDF-കൾ അതാത് ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് വായിച്ചെടുക്കാനാവും. അവയെക്കുറിച്ചെല്ലാം ഞാൻ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് വിശദീകരിക്കാം. ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സർവീസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് പരിചയപ്പെടാം. സൊസൈറ്റി അല്ലെങ്കിൽ ട്രസ്റ്റ് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായി ഒരു ലോഗിൻ ഐഡിയും പാസ്വേഡും നമുക്ക് ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനായി ന്യൂ സൊസൈറ്റി രജിസ്ട്രേഷൻ എന്ന ലിങ്ക് വഴി നമ്മൾ അകത്ത് പ്രവേശിക്കുന്നു. തുടർന്ന് വരുന്ന സ്ക്രീനിൽ സംഘടനയുമായി ബന്ധമുള്ള പ്രസിഡന്റിൻ്റെയോ സെക്രട്ടറിയുടെയോ പേരിൽ ഒരു ലോഗിൻ ID ക്രിയേറ്റ് ചെയ്യുന്നു. ആ വ്യക്തിയുടെ ഫോട്ടോയും ഐഡൻറ്റിറ്റി പ്രൂഫും അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഒരു യൂസർ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ കാണുന്ന സ്ക്രീൻ ഇപ്രകാരമാണ്. അവിടെ നിന്നും ആപ്ലിക്കേഷൻ ഫോർ ന്യൂ സൊസൈറ്റി രജിസ്ട്രേഷൻ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന സ്ക്രീനിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സൊസൈറ്റിയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നു. തുടർന്ന് വരുന്ന സ്ക്രീനിൽ എത്ര അംഗങ്ങളാണ് സൊസൈറ്റിയിലുള്ളത്, അതിലെ ഓരോ അംഗങ്ങളുടെയും പേരും അഡ്രസ്സും അവർ വഹിക്കുന്ന ചുമതലയും രേഖപ്പെടുത്തി ഓരോ വ്യക്തിയുടെയും പ്രൊഫൈൽ ആഡ് ചെയ്തു പോകുന്നു. ആഡ് ചെയ്ത ഓരോ വ്യക്തികളെയും അവരുടെ ഡെസിഗ്നേഷൻ സഹിതം താഴെ ഒരു ലിസ്റ്റായി നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അടുത്തത് ഫയൽ അപ്ലോഡിംഗ് ആണ്. അത് അപ്ലോഡ് ഡീറ്റെയിൽസ് എന്ന ടാബിൽ കാണുന്നു. സൊസൈറ്റിയെ സംബന്ധിക്കുന്ന ബൈലോയും മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ഈ ഭാഗത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. അടുത്തതായി സൊസൈറ്റി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട പണം അടയ്ക്കാനുള്ള ഓപ്ഷനാണ്. ഓൺലൈൻ ഓപ്ഷൻ മാത്രമാണ് നിലവിൽ ലഭ്യമായതുള്ളൂ. ആയതിനാൽ എല്ലാ രേഖകളും അപ്ലോഡ് ചെയ്തതിന് ശേഷം ഓൺലൈനായി പണം അടച്ച റെസിപ്റ്റ് ഉപഭോക്താവിന് നൽകേണ്ടതാണ്. ഈ പേയ്മെൻറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് കഴിയുമ്പോൾ യുവർ ആപ്ലിക്കേഷൻ ഹാസ് ബീൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജോടുകൂടി സൊസൈറ്റി രജിസ്ട്രേഷൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായിരിക്കുന്നു. ഇനി നമുക്ക് നമ്മൾ സമർപ്പിച്ച ഒരു അപേക്ഷയുടെ സ്റ്റാറ്റസ് പരിശോധിക്കാം. റിജക്റ്റ് ചെയ്യുകയോ റിട്ടേൺ ചെയ്യുകയോ ചെയ്ത അപേക്ഷകളിൽ ക്ലർക്കിൻ്റെ അല്ലെങ്കിൽ സൊസൈറ്റി രജിസ്ട്രാറുടെ നടപടിക്രമങ്ങളുടെ കമൻറ്റ് സഹിതം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഈ കേസിൽ ഈ അപേക്ഷയിൽ അറ്റാച്ച്മെൻറ്റുകൾ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്ന് ക്ലർക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. തുടർന്ന് സൊസൈറ്റി രജിസ്ട്രാർ ഇത് റിജക്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെട്ട എല്ലാ സൊസൈറ്റികളും ആനുവൽ റിട്ടേൺ സമർപ്പിക്കേണ്ടത് നിർബന്ധമാണ്. അടുത്തതായി അതിനെക്കുറിച്ച് വിശദീകരിക്കാം. സെറ്റിംഗ്സ് എന്ന ഓപ്ഷനിൽ ചെല്ലുമ്പോൾ നമുക്കവിടെ റിട്ടേൺ ഫയലിങ്ങിൻ്റെ ഒരു മെനു ലഭ്യമാണ്. അവിടെ നിലവിലുള്ള ഓഫീസ് ബെയറേഴ്സിനെ കുറിച്ചുള്ള വിശദവിവരങ്ങളും അവരുടെ അഡ്രസ്സും ബാലൻസ് ഷീറ്റും ബൈലോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അറ്റാച്ച്മെൻറ്റുകളെല്ലാം PDF ഫയലായാണ് അപ്ലോഡ് ചെയ്യുന്നത്. അതിനുശേഷം വിൻഡോയിൽ ഏറ്റവും താഴെ കാണുന്ന ഫൈനൽ സബ്മിറ്റ് എന്ന ബട്ടൺ പ്രസ് ചെയ്ത് നമ്മുടെ റിട്ടേൺ സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ലോഗിൻ ചെയ്ത ശേഷമുള്ള വിൻഡോയുടെ വലതുഭാഗത്തുള്ള സബ് മെനുവിലെ സൊസൈറ്റി ഡീറ്റെയിൽസ് എന്ന സബ് മെനു പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ പ്രിൻ്റ് സർട്ടിഫിക്കറ്റ് എന്ന ഓപ്ഷൻ കൂടി ലഭ്യമാണ്. നമ്മൾ കയ്യിൽ കരുതേണ്ട രേഖകളെക്കുറിച്ച് അവസാന ഭാഗത്ത് വിശദീകരിക്കാം എന്ന് ഞാൻ ആദ്യം പറയുകയുണ്ടായി. അതിവിടെ വിവരിക്കുകയാണ്. എല്ലാ അംഗങ്ങളുടെയും ID കാർഡിൻ്റെ പകർപ്പ്
ഓരോ ഫോട്ടോഗ്രാഫ് എന്നിവ നമ്മൾ കരുതേണ്ടതുണ്ട്. മോഡൽ ബൈലോയുടെ പകർപ്പും മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ പകർപ്പും വെബ്സൈറ്റിൽ തന്നെ ലഭ്യമാണ്. അതിനെ ഡൗൺലോഡ് ചെയ്തെടുത്ത് അതേ രീതിയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സൊസൈറ്റിയുടെ പേരും വിവരങ്ങളും അതിലെ അംഗങ്ങളുടെ വിശദാംശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ ബൈലോ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതൊരു അധിക വരുമാനമായി ഉപയോഗിക്കാവുന്നതാണ്. ഇതിനു മുൻപ് സമീപ പ്രദേശങ്ങളിലെ ഏതെങ്കിലും സൊസൈറ്റികളോ ക്ലബ്ബുകളോ രജിസ്റ്റർ ചെയ്തതിൻ്റെ ബൈലോയുടെ പകർപ്പുകൾ ഉപഭോക്താവ് നമ്മുടെ അടുത്ത് കൊണ്ടുവരുന്നത് വായിച്ചു നോക്കുന്നതും അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എന്തെങ്കിലും അഡീഷണൽ കാര്യങ്ങൾ നമ്മുടെ ബൈലോയിൽ ചേർക്കേണ്ടത് ആണെങ്കിൽ അത് ചേർത്തുകൂടി നൽകുന്നത് പിന്നീടുള്ള പ്രവർത്തനങ്ങൾക്ക് എളുപ്പമാക്കാം. ഇത്രയും നേരം എന്നെ ശ്രവിച്ചിരുന്ന ഏവർക്കും നന്ദി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം.